ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടികൾ കണ്ടാലോ ഗായ്സ്. രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ അത് വലിയ കാര്യത്തിൽ ഷൂട്ട് ചെയ്തു ഗായ്സ്. പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാമറയിൽ പോയി വീഡിയോ നോക്കിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, ക്യാമറ ഓൺ ആക്കിയില്ല എന്ന്. ഞാൻ വലിയ കാര്യത്തിൽ ആക്ഷനൊക്കെ കാണിച്ച് എല്ലാം പറഞ്ഞ് ചെയ്തത് എല്ലാം വേസ്റ്റായി. ആ ഒരു മൂഡ് ഓഫിലാണ് പോയി ഇഷുക്കുട്ടീനെ ഉണർത്തി ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ച് ഓക്കെ, കിട്ടിയത് കിട്ടിയില്ല, ഇനിയുള്ളതെങ്കിലും അങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ആ വിഷമവും മനസ്സിൽ കരുതിക്കൊണ്ട് ഇങ്ങനെ ഇഷുക്കുട്ടീനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയേക്കാണേ. ഇക്ക പോകുന്നതിന് മുമ്പ് ഇഷുക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ച് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിട്ട് പോയേട്ടോ. ഇഷുക്കുട്ടി വിഷമിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ? പപ്പ അവൾ ഉറക്കമണിക്കുന്നതിന് മുമ്പ് പോയി. ആ വിഷമത്തിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി വിഷമിച്ചിട്ടുള്ള ഒരു രാവിലെയാണ് ഗായ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇഷുക്കുട്ടിക്ക് ഞാൻ കാലിലും കയ്യിലും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അവൾക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ നല്ല ഡ്രൈ സ്കിന്നാണ്. എൻ്റെയും ഡ്രൈ സ്കിന്നാണ്, അതുപോലെ തന്നെയാണ് അവളുടെയും. അപ്പോൾ മുമ്പ് ഞാൻ അവൾക്ക് ടെഡി ബാറിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ വന്നിട്ട് സെറാവയുടെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഷൂ ഒക്കെ ഇട്ടതല്ലേ എന്ന് കരുതിയിട്ട് പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നു. എന്നിട്ട് തല കോതി കെട്ടിക്കൊടുക്കുകയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇഷുക്കുട്ടിൻ്റെ തല ഞാനിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. അല്ലെങ്കിൽ ഈ വൗരെടുക്കുന്ന ഈ സംഭവമില്ലേ, അത് എനിക്കും അവക്കും ഒരു ബാലികേല മലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു കേസാണ് കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവും, നടുക്ക് കിട്ടേയില്ല. അങ്ങനെ ഏകദേശം നടുക്കാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വൗരെടുത്ത് ഞാൻ 2 വശവും പിന്നി കെട്ടിയിട്ട് അവിടെ കിടത്തും. അപ്പോൾ അവൾക്ക് ഉറങ്ങുമ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. പിന്നെ എനിക്ക് രാവിലെ എണീച്ചിട്ട് കെട്ടാനും ഇതുപോലെ ഈസിയാണ് കേട്ടോ. ഇഷുക്കുട്ടി ജനിച്ച സമയത്തുണ്ടല്ലോ ഗൈസ്, അവൾക്ക് മുടി എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ എന്നെ കണക്ക് മുടി കുറവാണോ എൻ്റെ മോക്ക് എന്നുള്ള ഒരു വിഷമമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഭയങ്കര കേളി ഹെയറാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എൻ്റെ പോലത്തെ കേളി ഹെയർ എൻ്റെ മോക്കും കിട്ടല്ലേ, അല്ലെങ്കിൽ മോളാണെങ്കിൽ കിട്ടല്ലേ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് എൻ്റെ അത്ര കേളി ഹെയർ അല്ല, എന്നാലും കുറച്ചൊരു കേളിയാണ് കേട്ടോ. പക്ഷേ ആ കേളി വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ കാലിലും കയ്യിലും ഒക്കെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഐലൈനർ വരച്ചു കൊടുക്കുകയാണ്. അവൾക്കിങ്ങനെ ഈ വാലിട്ട് ഞാനിങ്ങനെ കരി എഴുതൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷുക്കുട്ടീനെ അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഈ മേക്കപ്പ് ചെയ്യാനും ഒരുക്കാനൊക്കെ എടുത്ത സാധനങ്ങളില്ലേ, അതെല്ലാം തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് റൂമിൽ തന്നെ വെക്കുകയാണ്. റെഡിയാക്കി കഴിഞ്ഞാൽ ആ സ്ഥലമെല്ലാം എനിക്ക് വൃത്തിയായിട്ട് വെച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത സാധനങ്ങളിൽ അപ്പം തന്നെ അവിടെ കൊണ്ടുവന്നങ്ങ് വെക്കുന്നത്. പിന്നെ ഇഷുക്കുട്ടിൻ്റെ ബാഗെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ടിഫിൻ ബോക്സ് എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇഷുക്കുട്ടിയുടെ സ്കൂളിലാണെങ്കിൽ അപ്രോൺ, ടവല്, ഹാങ്കി ഇതെല്ലാം വേണം. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം ഇഷുക്കുട്ടിൻ്റെ ഐ കാർഡ് എടുത്തിട്ട് കൊടുക്കുകയാണ്. ഞാൻ മുമ്പാണെങ്കിൽ എപ്പോഴും ഈ ഐ കാർഡ് ഇട്ട് കൊടുക്കാൻ മറന്നു പോകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഡോറിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് എപ്പോഴും കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കുമല്ലോ. പിന്നെ ഇഷുക്കുട്ടിക്ക് കഴിക്കാനായിട്ട് ഒരു ചപ്പാത്തി ഇങ്ങനെ ഞാൻ റോളാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് വലിയ കാര്യമാക്കാറില്ല കേട്ടോ. ഇഷുക്കുട്ടിക്ക് ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് മാത്സ് എക്സാം ആയിരുന്നേ. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ചൊന്ന് ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അവൾക്ക് കുറച്ച് നേരം ഒന്ന് TV ഇട്ട് കൊടുത്തേ. കാരണം അവൾക്കിപ്പോൾ TV ഞാൻ അങ്ങനെ അധികം കാണാൻ സമ്മതിക്കില്ല. അപ്പോൾ രാവിലെ ഒന്ന് നേരത്തെ റെഡി ആവുകയാണെങ്കിൽ ആ ദിവസം ഞാൻ ഇതുപോലെ കുറച്ച് നേരം TV ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ എൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. ഈ ഒരു ചപ്പാത്തി ഞാൻ കൊണ്ടു നടന്ന് ഓരോ ബൈറ്റ് വീതം ഇങ്ങനെ കൊടുത്ത് കഴിപ്പിക്കുകയാണ്. കാരണം അവൾ രാവിലെ അങ്ങനെ ഫുഡ് കഴിക്കാൻ മിക്ക ദിവസം പ്രിഫർ ചെയ്യാറില്ല. ഞാൻ കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയാണെങ്കിൽ അവൾ പെട്ടെന്ന് കഴിച്ചോളൂ. ഇത് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ പിന്നെ കൊടുത്തത് കൊണ്ട് കഴിക്കുന്ന ആ ഒരു കഴിപ്പ് കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇഷുക്കുട്ടി സുന്ദരിമണിയായിട്ടുണ്ട് ഗായ്സ്. അവളുടെ യൂണിഫോമൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഒരു പുതിയ സെറ്റ് വാങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് ഇത് നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കോൾഡിൻ്റെ ഡ്രസ്സാവും. അപ്പോൾ ഇനി നവംബർ വരത്തേക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങണോ, കാരണം അടുത്ത വർഷം എന്തായാലും യൂണിഫോം ചേഞ്ചാണ്. അങ്ങനെ താഴെ അവൾ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവളുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സ്കൂൾ ബസ്സിലോട്ട് കയറ്റി വിട്ടപ്പോൾ ഞാൻ തന്നെ ബാഗിട്ട് കയറിക്കോളാമെന്നും പറഞ്ഞിട്ട് ആ വലിയ ബാഗും തൂക്കി കയറാണ്. അവൻ്റെ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നും വലിഞ്ഞൊക്കെ അവൾ ബസ് കയറിപ്പോയി. ഞാൻ അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് കയറി വരാണ് കേട്ടോ. അവളിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയാണ് കുറച്ച് നേരം എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ അപ്പുറത്ത് പോയി 10 നുണയൊക്കെ പറഞ്ഞിട്ട് വരികയാണ് ഗായ്സ്. ഇവിടെ കിട്ടുന്ന ക്യാരറ്റ് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെളിയിൽ കോട്ട് ചെയ്ത് നമുക്ക് കിട്ടാം.
നമ്മുടെ നാട്ടിലെ പോലെ ക്ലീൻ ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. ഈ ടൈപ്പ് ക്യാരറ്റ് വരുമ്പോൾ ഇതുപോലെ ചെളിയിൽ ഇങ്ങനെ കുതിർന്ന് കിട്ടും. എനിക്ക് തോന്നുന്നേ ഈ പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ഫീൽ ചെയ്തെടുക്കാം. ഞാൻ ഈ മൊത്തം ക്യാരറ്റ് എടുക്കൂല കേട്ടോ, കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുള്ളൂ. അത്ര ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ നൂഡിൽസ് പോലെ ആക്കി എടുക്കാം. എത്ര പെട്ടെന്ന് നമ്മളിങ്ങനെ പീൽ ചെയ്തൊക്കെ എടുത്തേ നോക്കി. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, നല്ല സ്ട്രോങ്ങും ആണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ക്യാബേജ്, പിന്നെ വന്നിട്ട് ക്യാപ്സിക്കം, അതൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ അതൊന്നും ഇല്ല ഗൈസ്. ആകെപ്പാടെ സവാളയും ക്യാരറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിനാണ് ഉച്ചക്ക് ചോറിനാക്കും ബാലൻസ്. നമ്മുടെ പച്ചമുളക് കൂടെ ഇട്ട് വെക്കുന്നത് സ്പൈസിന് വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നെയ്യിലാണ് സോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിലും സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ വെജീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി സോട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഉപ്പ് ചേർത്തെടുക്കാതെ. അടുത്തായിട്ട് പെപ്പർ പൗഡർ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവേ. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ നല്ല മുട്ടയൊക്കെ ഒന്ന് കുക്കായി കിട്ടും. നമ്മള് ഇപ്പൊ തന്നെ ചിക്കൻ ആണെങ്കിൽ മുട്ട അങ്ങ് ഒരുപാട് ചെറിയ പീസായി പോവേ. എനിക്ക് കുറച്ചിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ചിക്കി എടുക്കാം. എനിക്ക് സോയാ സോസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി വർഷം പിടിക്കുന്നതേ ഉള്ളു കേട്ടോ. ഇതപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഒരു ചപ്പാത്തി എടുക്കുന്നുള്ളേ. നമ്മുടെ ഈ ചപ്പാത്തിയിലേക്ക് വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട്. ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യാം. ഞാൻ 5 കാഷ്നട്ടും 2 ഈത്തപ്പഴവും കൂടെ എടുത്തിട്ടുണ്ട്. മധുരം ഇല്ലാത്തൊരു ബ്ലാക്ക് ടീ കൂടെ എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു റോളിന്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ഒരു ഷോർട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചാലോ? നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഹെൽത്തി വർഷം പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കി ഉച്ച കഴിക്കുന്നതിൻ്റെയൊക്കെ പോഷൻ വന്നിട്ട് കൺട്രോൾ ചെയ്ത് തുടങ്ങി. എനിക്കാണെങ്കിൽ 1 കിലോ കൂടിയ ആ 1 കിലോ കുറയ്ക്കാൻ ഞാൻ അത്രയും പാടുപെടണം. പക്ഷെ പെട്ടെന്ന് കിലോ കയറി പൊയ്ക്കോളും. അല്ലേ, നൂഡിൽസ് പോലെയാണ് നമ്മളെ ക്യാരറ്റ് കിടക്കുന്നത്. ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കില്ല, ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താല് കഴിച്ചോളും. ഇക്കാക്ക് വന്നിട്ട് ചപ്പാത്തിയും ചായയും കൊടുത്തു കേട്ടോ. ഇക്കാക്ക് ഇരുന്ന് കറിയും കൂട്ടി കഴിക്കാനൊന്നും സമയമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ആക്കി അത് ചായയോടെ കഴിച്ചു. വിശുക്കുട്ടിക്കാണെങ്കിൽ ചപ്പാത്തിയും ഡേറ്റ്സും ആണ് ഇഷ്ടം. ആക്ച്വലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ 3 ടൈപ്പായിട്ടാണ് കഴിക്കുക. ഞാൻ പിന്നെ പ്രോട്ടീൻ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ കഴിക്കാൻ വിചാരിച്ചു. രാവിലെ ചായ കുടിച്ചില്ല, പകരം ഇപ്പൊ ബ്ലാക്ക് ടീ കുടിക്കുന്നു. എന്നെക്കൊണ്ടില്ലേ ഭയങ്കര ഹീറ്റിൽ ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. ചായ ആണെങ്കിലും എനിക്കൊന്ന് സെറ്റിൽ ആയതിനു ശേഷം കുടിക്കുന്ന ഇഷ്ടം. ഞാൻ ആ ഒരു ചൂടോടെ കുടിക്കൂലേ, എന്നെക്കൊണ്ട് തീരെ പറ്റാത്ത കേസാ. അപ്പൊ ഇത് കഴിച്ചിട്ട് ബാക്കി കാണാം. തുണിയൊക്കെ വിരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു മന്ദാരമാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ വെളിയിൽ വന്ന് നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കാനേ. വല്ലപ്പോഴുമാണ് ഇങ്ങനെ നിന്ന് ചായ കുടിക്കാൻ പറ്റുന്നത്.
അപ്പോൾ നമ്മുടെ ചെടിക്കുട്ടന്മാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഗൈസ്, ഒരു ശുഷ്കാന്തിയൊക്കെ വന്നു തോന്നുന്നു അല്ലേ. ഞാൻ ഈ മുളകിലെ പഴയ ഇലകളെല്ലാം നുള്ളിക്കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചി മുളകിൽ കണ്ടോ, ഇതുപോലെ നിറയെ മുട്ടകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്, നമ്മുടെ ഇറച്ചി മുളകിൽ ഇങ്ങനെ മുട്ടയൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന മുളകൊന്നും കിളിക്കാത്തതുകൊണ്ട് ഞാൻ പുതിയ വിത്തിട്ടേക്കാണ് കേട്ടോ. ബീൻസിന് വലിയ അനക്കമൊന്നുമില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് തക്കാളി വിത്തും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പാൽക്കാരൻ പാലും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇഷ്യൂഡ് മിൽക്ക് ഉണ്ട്, നമ്മളത് വാങ്ങിക്കാത്തതുകൊണ്ട് പകരം നമുക്ക് മുട്ട കിട്ടും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഞാനിങ്ങനെ പശുവിൻ പാല് ഇതുപോലെ ഇവിടെ കൊണ്ടുവരും, അതിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ പശുവിൻ പാലല്ലാതെ വേറെ ഒന്നും സെറ്റ് ആവത്തില്ല ഗൈസ്, എനിക്ക് കവർ പാലും ഒട്ടും സെറ്റ് ആവത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മുടെ ബഡ്ജറ്റ് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാണ് കേട്ടോ. ഞാൻ എപ്പോഴും മന്ത് എൻ്റെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാ മാസത്തെയും അപ്പോഴപ്പോഴും ചിലവാകുന്നതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് മാസാവസാനം എത്ര രൂപ ആയി, പിന്നെ അടുത്ത മാസത്തേക്ക് ഇനി എന്തൊക്കെ പർച്ചേസ് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങൾ തീർന്നു. അപ്പോൾ CSTയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓവറായിട്ട് പർച്ചേസ് ചെയ്യാതെ നമുക്കൊന്ന് ബാലൻസ് ആക്കാൻ പറ്റുമല്ലോ. ഇത് ഞാൻ അതായത് കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണക്കൊക്കെ നോക്കി അതെല്ലാം ഓക്കെ ആയതിനു ശേഷം എൻ്റെ ടു ഡു ലിസ്റ്റ് എടുത്ത കേട്ടോ. ഞാൻ ഇങ്ങനെ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം ചെയ്ത് തീർക്കാനായിട്ട് നോക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വിധം ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ വെള്ളം കൂടി വിട്ടിട്ടൊരു കളിയില്ല ഗൈസ്. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്താ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും കേട്ടോ. അപ്പൊ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങാം കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പൊ മട്ട റൈസാണ് ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ കുക്കറിലാണ് മട്ട റൈസ് വെക്കുന്നത്. ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാല് അരിയും വെള്ളവും കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ആദ്യം ഞാൻ അരി നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മുടെ കുക്കറിന്റെ ആ ഒരു 2 വെട്ടില്ലേ അതുവരെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 300-350 ഗ്രാമോളം അരി ഉണ്ടാവേ. അപ്പൊ ആ അരി എടുത്തിട്ടുണ്ട്. അതിൽ എത്ര വെള്ളമെന്ന് വെച്ചെന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ ഗൈസ്, ഞാൻ എടുത്ത അരിയുടെ നമ്മുടെ കുക്കറിന്റെ ആ ഒരു വെട്ടില്ലേ ആ ഒരു വെട്ട് വരെയാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഓരോ അരിയുടെ വേവ് അനുസരിച്ച് മട്ട റൈസിന്റെ വേവ് മാറും. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ അടിച്ചെടുക്കും. ഞാൻ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന അരിക്ക് ഒട്ടും വേവില്ലായിരുന്നു, അതൊരൊറ്റ വിസിൽ തന്നെ ആവുമായിരുന്നു. അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിൽ അരി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ കറക്റ്റ് 3 വിസിൽ അടിച്ചെടുക്കും. ഞാൻ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ മട്ട റൈസ് വെക്കുകയാണെങ്കിൽ 1 വിസിൽ അടിക്കുക, എന്നിട്ട് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം മാത്രം തുറക്കുക. അങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് വെന്തിരിക്കും. ഇപ്പൊ പക്ഷെ നമ്മുടെ അരിയുടെ വേവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ. ഇത് വന്നിട്ട് ഒരു 3 വിസിലെങ്കിലും അടിച്ചാലേ ഈ അരി വേവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ 3 വിസിൽ അടിക്കുന്നത്. പിന്നെ കുക്കർ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇതാണെങ്കിൽ പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാണ്. സ്ലോ ആയിട്ട് വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയാവേ. ഞാൻ വന്നിട്ട് വീക്കിലി 2 ടൈംസ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും കേട്ടോ. ആക്ച്വലി എന്റെ കയ്യിൽ ഇപ്പൊ അധികം ബെഡ്ഷീറ്റ് ഇവിടെ ഇല്ല. ആകപ്പാടെ 2 സെറ്റേ ഉള്ളു കേട്ടോ. ഇനിയിപ്പോ ഞാൻ 2-3 ബെഡ്ഷീറ്റും കൂടെ ഓർഡർ ചെയ്യണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പില്ലോ കവറും ഇതെല്ലാം നല്ല അഴുക്കായിട്ടുണ്ട്. ഞാനിങ്ങനെ നാട്ടില് വീഡിയോയിലും കാണിച്ചു തന്നിട്ടില്ലേ, ഇതുപോലെ 4 സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അതാകുമ്പോ ഇഷുക്കുട്ടീന്റെ കുത്തിമറിയലൊക്കെ കഴിഞ്ഞാലും ബെഡ്ഷീറ്റ് ഇങ്ങനെ ബെഡിൽ നിന്ന് വിട്ട് വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ പോക്ക് കേസാ. 4 സൈഡും ഇതുപോലെ ഒരേപോലെ പിടിച്ചു വെച്ചിട്ട് ഇതിന്റെ ഈ എഡ്ജില്ലേ അതിങ്ങനെ കെട്ടിക്കൊടുക്കും. ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹോം ടൂർ ഒക്കെ ഇട്ട സമയത്ത് നാട്ടിലെ ആണല്ലേ, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് സെറ്റ് ചെയ്യാം. ഈ ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ വന്നിട്ട് നമ്മുടെ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആണ്. ഇനിയിപ്പോ ഞാൻ കേൾക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ഓർഡർ ചെയ്യണം.
ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വാഷിംഗ് മെഷീനിൽ കഴുകാനിട്ടുന്ന തുണികളല്ലേ, അതെല്ലാം എടുത്തുകൊണ്ട് പോയി വിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ തന്നെ വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം കുറച്ച് ലേറ്റായിട്ടാണ് തുണികളെല്ലാം വിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മാറ്റിയ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം തിരിച്ച് വാഷിംഗ് മെഷീനിൽ കഴുകാനായിട്ട് ഇടാണ് കേട്ടോ. ഇത് ഇന്ന് രാത്രിയെ ഞാൻ ഓണാക്കി വിടത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് പോയി വെളിയിൽ തുണി വിരിക്കാനായിട്ട് പോവാണ്. ഇതാ കണ്ടില്ലേ ഗൈസ്, ഒരു മന്ദാരമാണ് ഇന്ന്. അതായത് മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ പെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വെയിൽ തീരെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആയിട്ട് വന്ന തുണിയല്ലേ, അതുകൊണ്ട് ചെറിയ ഒരു വെയിൽ തട്ടിയാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. അതുകൊണ്ട് ഞാൻ അതെല്ലാം വിരിക്കുകയാണ്. വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിരുന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊരു മുഷ്ട് മണം വരും, അതെന്തോ പോലെ ആവും കേട്ടോ. അപ്പോൾ മുഴുവൻ തുണികളും ഇന്ന് വിരിക്കുകയാണ്. ഇന്ന് ഓൾറെഡി കുറച്ച് അധികം തുണിയുണ്ട്, കാരണം ഇന്നലെ സൺഡേ ആയപ്പോഴത്തേക്ക് ഞാൻ തുണികളൊന്നും അങ്ങനെ കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടെ ചേർത്ത് 2 ദിവസത്തെ തുണികളുണ്ട് ഇന്ന്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ അശയിൽ വിരിച്ചതിന് ശേഷം നേരെ അകത്ത് കയറി വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊണ്ടുവച്ചേക്കുന്നു. എനിക്കാണെങ്കിൽ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ സാധനം വെക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പരിശോധിക്കും എൻ്റെ മണ്ടയിൽ എന്തെങ്കിലും കൊണ്ട് വെക്കുന്നുണ്ടാകുന്നു. ഇന്ന് കിട്ടിയത് ചാർജറിൻ്റെ കേബിളാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നമുക്ക് പച്ചക്കറികളൊക്കെ എടുക്കുകയാണ്. ഞാൻ മാക്സിമം ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. എപ്പോഴും വന്നിങ്ങനെ ഫ്രിഡ്ജ് തുറന്ന സാധനം എടുക്കുന്നതിനേക്കാൾ ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം ഒറ്റ പ്രാവശ്യം എടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നല്ല വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടേ. ഇനി നേരെ കിച്ചണിൽ കയറി ഉച്ചക്കത്തെ പരിപാടി തുടങ്ങുകയാണ്. ഇന്ന് വന്നിട്ട് ബീൻസ് തോരനും പിന്നെ കറി എന്തുണ്ടാക്കണമെന്ന് ഇപ്പോഴും ഒരു തീരുമാനം എൻ്റെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഡക്ഷനിൽ നിന്ന് ഞാൻ നമ്മുടെ ചോറൊക്കെ എടുത്തങ്ങ് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ കുക്കർ തുറക്കാൻ പാടില്ല കേട്ടോ, ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ബീൻസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ബീൻസും സവാളയും പച്ചമുളകും, ഇതിനകത്ത് വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടാൽ ഇക്കാക്കും വലിയ താല്പര്യമില്ല, ഇഷുക്കുട്ടിക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ വിഴുക്കായിട്ട് വെക്കാനായിട്ട് നോക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ലാഭം അതാണല്ലോ, തേങ്ങയുടെ ചിലവും ഇല്ലല്ലോ. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് കറി ഉണ്ടാക്കും എന്ന ആലോചനയിൽ ഫ്രിഡ്ജിലിരുന്ന പഴയ പച്ചക്കറികളെല്ലാം പീൽ ചെയ്യുന്ന എണ്ണയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഫ്രിഡ്ജിനകത്തൊരു കായിരുന്നു, പിന്നെ കുക്കുംബർ, ഒരു പൊട്ടറ്റോ, ഒരു തക്കാളി, കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പാനിൽ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇതെന്തുണ്ടാക്കുമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് കുറച്ച് തേങ്ങ ചിരിക്കുന്നത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ആ തേങ്ങ എടുത്തിട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കറിയിൽ ചേർത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് 3-4 കൊച്ചുള്ളി ചേർത്തു. എന്നിട്ട് ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 2-3 ടീസ്പൂൺ സാമ്പാർ പൊടിയും എരിവിനാവശ്യത്തിന് 1-1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് കറി എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്ന എല്ലാം കൂടെ അരപ്പാക്കി ഇതിനകത്തൊഴിച്ച് ഈ പച്ചക്കറി എങ്ങനെയെങ്കിലും കേടാകാതെ വയറ്റിലെത്തണം, അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. പച്ചക്കറിയെല്ലാം വെന്തപ്പോഴത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പുളിപ്പ് കുറവായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ അല്ല, പുളിയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ വിചാരിച്ചു ഇനി ഒരു താളിപ്പും കൂടെ താളിക്കും. അപ്പോഴത്തേക്ക് എന്തോ ഒരു കറി, പച്ചക്കറി കറി എന്താ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് കടുകും കുഞ്ഞുള്ളി എല്ലാം കൂടെ വറുത്തയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങ് അടച്ചു വെച്ചു. എന്തോ പറഞ്ഞെടുത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടിലായിരുന്നു ഇന്നത്തെ എൻ്റെ കറിവേപ്പ്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് കണ്ടില്ലേ, ഞാൻ നമ്മുടെ വിസിലൊക്കെ പോയി 1 മണിക്കൂറോളം ഞാനിങ്ങനെ അടച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ തുറന്നപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മൾ നോർമലി ചോറ് എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിയൊന്നും പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇതിന് ജസ്റ്റ് ഊറ്റിയെടുത്താൽ മാത്രം മതി. എൻ്റെ കുക്കറിന് വന്നിട്ട് ഈ ഒരു സ്ട്രെയിനറും കൂടിയുള്ള കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി ഈ വെള്ളം മൊത്തം വാർന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വെള്ളം മൊത്തം വാർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ തുറക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ചോറ് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ റൈസ് ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചോറിനെ പൊരിക്കുമെന്ന് പറയും, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. എന്നിട്ട് ഞാനെൻ്റെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറെല്ലാം വിളമ്പിയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഒരു ബാലൻസ്ഡ് മീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. ഞാനിങ്ങനെ കഴിച്ചപ്പോഴേ ഗൈസ്
സത്യം പറഞ്ഞാൽ ഈ കറിക്ക് ഇങ്ങനൊരു ടേസ്റ്റ് ആവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ തീരെ മോശം ഒരു കറി അല്ല, ടേസ്റ്റ് ഇല്ല അങ്ങനെയല്ല ഗൈസ്, ഇതൊരു വേറൊരു ടേസ്റ്റുള്ള ഒരു നല്ല കറി. പിന്നെ എക്സ്ട്രാ ഓർഡിനറി കറിയാണോ എന്ന് ചോദിച്ചാൽ എക്സ്ട്രാ ഓർഡിനറി കറിയൊന്നും അല്ല, എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ കുറേ പച്ചക്കറിക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.